ആലപ്പുഴ കോൺഗ്രസിൽ തർക്കം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി മുതിർന്ന കോൺഗ്രസ് നേതാവ് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കെ.സി. ജോസഫ് ആലപ്പുഴ DCC ഓഫീസിൽ എത്തിയിരുന്നു. ഉമ്മൻചാണ്ടി വിഭാഗത്തിൽപ്പെട്ട കോൺഗ്രസ് നേതാക്കളെയും അതുപോലെ തന്നെ പ്രവർത്തകരെയും കെ.സി. വേണുഗോപാൽ തഴഞ്ഞു എന്നാണ് ഉയർന്നു കേൾക്കുന്ന പരാതി. എ ഗ്രൂപ്പിന്റെ ശക്തി കേന്ദ്രമായ കായംകുളത്തെ പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിക്കാനായിട്ടില്ല. കെ.സി. വേണുഗോപാൽ സ്ഥാനാർത്ഥിയായതിനു ശേഷമാണ് ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടായത്. മുൻപ് കെ.സി. വേണുഗോപാൽ ഹരിപ്പാട് റോഡ് ഷോ നടത്തുകയും എന്നാൽ ആളില്ലാത്തതിനാൽ അത് നിർത്തിപ്പോകേണ്ട സാഹചര്യമൊക്കെ വന്നിരുന്നു. മണ്ഡലം ബൂത്ത് പ്രസിഡന്റിനെയൊക്കെ മാറ്റി കെ.സി. വേണുഗോപാൽ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവരെ നിയമിച്ചു എന്നതാണ് ആരോപണം. ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കെയാണ് കെ.സി. ജോസഫിനെ കൊണ്ടുവന്നിരിക്കുന്നത്. നിലവിലെ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പിലെത്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കെ.സി. ജോസഫ് എത്തിയത്. മാത്രമല്ല DCC പ്രസിഡന്റ് ബാബു പ്രസാദിനും ഇതിൽ പരിഹാരം കാണാനായിട്ടില്ല. DCC ഓഫീസിൽ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പ്രശ്നം പരിഹരിക്കാനായി ചർച്ച നടത്തിയെങ്കിലും അത് പരാജയപ്പെടുകയായിരുന്നു. കൂടാതെ കെ.സി. വേണുഗോപാൽ വിഭാഗത്തിൽപ്പെട്ട മാരാരിക്കുളം മണ്ഡലത്തിലെ ബ്ലോക്ക് മെമ്പർമാരും DCC മെമ്പർമാരും അവിടെ നിന്ന് പോകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. കെ.സി. വേണുഗോപാൽ സ്ഥാനാർത്ഥിയായതിനു ശേഷവും ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തർക്കങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയിലേക്ക് നോക്കുകയാണെങ്കിൽ കെ.സി. വേണുഗോപാലിനെ പോലെയും രമേശ് ചെന്നിത്തലയെ പോലെയുമുള്ള പ്രമുഖ നേതാക്കളുള്ളൊരു മണ്ഡലമാണിത്. എ ഗ്രൂപ്പും I ഗ്രൂപ്പുമാണ് പ്രധാനമായും ആലപ്പുഴയിലുള്ളത്. മുൻപ് പറഞ്ഞതുപോലെ തന്നെ എ ഗ്രൂപ്പിന്റെ ശക്തി കേന്ദ്രമാണ് ആലപ്പുഴ. എന്നിരുന്നാൽ പോലും കെ.സി. വേണുഗോപാലിന് തൻ്റെ റോഡ് ഷോ പോലും പൂർത്തിയാക്കാൻ സാധിക്കാതെ പോയി. ഇങ്ങനെ റോഡ് ഷോ പരാജയപ്പെട്ടതിനു ശേഷം കായംകുളത്ത് വെച്ച് നടന്ന മണ്ഡലം കൺവെൻഷനിൽ മാത്രമാണ് കെ.സി. വേണുഗോപാൽ പങ്കെടുത്തത്. മണ്ഡലം കൺവെൻഷനിൽ പങ്കെടുക്കുകയും അവിടെ വെച്ച് അദ്ദേഹം പ്രവർത്തകരോട് ചില കാര്യങ്ങൾ എടുത്തു പറയുകയും ചെയ്തു. പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ നിങ്ങൾ സജ്ജരാകൂ. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, എന്നാൽ അതൊക്കെ മാറ്റിവെക്കണമെന്നാണ് കെ.സി. വേണുഗോപാൽ തന്നെ നേരിട്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്നിട്ട് പോലും പ്രശ്നങ്ങൾക്കൊന്നും തന്നെ പരിഹാരമായില്ല. ഇതിന് ശേഷവും പ്രശ്നങ്ങൾ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത അനുയായിയായിട്ടുള്ള കെ.സി. ജോസഫിനെ തന്നെ രംഗത്തിറക്കിയത്. എ ഗ്രൂപ്പിലെ വിഭാഗീയതയെല്ലാം പരിഹരിക്കുന്നതിനായി അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും രമ്യതയിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയാണ് കെ.സി. വേണുഗോപാലിന്റെ ഈ ഒരു ശ്രമം. കെ.സി. ജോസഫ് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ എത്തിയിരിക്കുന്നത് AICCയുടെ നിർദ്ദേശപ്രകാരമാണ്. കെ.സി. ജോസഫ് എത്തുകയും കോർ കമ്മിറ്റി യോഗം കൂടുകയും ചെയ്തിരുന്നു. അദ്ദേഹം പ്രശ്നങ്ങളെക്കുറിച്ച് വിശദമായി പഠിച്ച് അത് പരിഹരിക്കുന്നതിനായി ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. എന്നാൽ എ ഗ്രൂപ്പിനെ ഇതുവരെ രമ്യതയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ബൂത്ത് മണ്ഡലം പ്രസിഡന്റുമാരുടെ പ്രശ്നം പരിഹരിക്കുന്നതിനായുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും അതും വിഫലമാവുകയാണ് ഉണ്ടായത്. മാത്രമല്ല I ഗ്രൂപ്പിനും ഈ വിഷയത്തിൽ അതൃപ്തിയുണ്ട്. ഇപ്പോൾ ആലപ്പുഴയിലെ കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്ന അതൃപ്തിക്കുള്ള അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് കെ.സി. വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരെ കമ്മിറ്റി രൂപീകരിക്കുന്നതിനായി നിർത്തിയെന്നുള്ളത് തന്നെയാണ്. ഇവിടെ ബാക്കിയുള്ളവരെ തഴയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ആലപ്പുഴയിലെ കോൺഗ്രസിൽ അതൃപ്തിക്ക് കാരണമാവുകയും ചെയ്തു. എന്നാൽ അതേസമയം UDF സ്ഥാനാർത്ഥിയായ കെ.സി. വേണുഗോപാൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ആലപ്പുഴയിൽ വിജയിക്കുമെന്നാണ് KPCC രാഷ്ട്രീയ കാര്യസമിതി അംഗമായ കെ.സി. ജോസഫ് വ്യക്തമാക്കിയിരിക്കുന്നത്.